കുഴപ്പമില്ലായിരുന്നു, കണ്ടിരിക്കാം. തീർച്ചയായിട്ടും അഭിനയം നല്ല അഭിനയം, എല്ലാവരും നല്ല അഭിനയിച്ചിട്ടുണ്ട്. ആൾക്കാരുടെ കഥയാണ് ഈ സിനിമ. ഞാനൊക്കെ വിചാരിച്ചു എൻ്റെ കഥയാണോ സിനിമയെന്ന് തന്നെ തോന്നിപ്പോയി. നല്ല സിനിമയാണ്. കനകരാജ് എന്ന് പറയുന്ന പടം ഒരു നമ്മുടെ എല്ലാം ചുറ്റുപാടുകൾ നമ്മൾ കാണാതെ വിട്ടുപോയിട്ടുള്ള ചില മനുഷ്യരുടെ കഥയാണ്. കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ളെങ്കിൽ പോലും ഉള്ള കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ അവരുടെ പ്രകടനം കൊണ്ട് കാഴ്ചവെക്കാൻ സാധിച്ചു. കൊച്ചു സിനിമയാണ്. ആദ്യം വലിയ വലിയ സ്റ്റാർ വാല്യൂ ഉള്ള നടന്മാരൊന്നും ഉണ്ടെന്ന് നമുക്ക് അവകാശപ്പെടില്ല. എങ്കിൽ പോലും മുരളി ഗോപി എന്ന നടൻ്റെ പ്രകടനം എടുത്തു പറയത്തക്കതാണ്. അതോടൊപ്പം തന്നെ കൂടെ നിന്ന് അഭിനയിച്ച രാജേഷ് ശർമ്മ, ഇന്ദ്രൻസിയേട്ടൻ, ഇങ്ങനെയുള്ള 3-4 കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിനെ ശരിക്കും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. ഒരു നല്ലൊരു പടമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടം. ഒറ്റ ശ്വാസത്തിൽ കാണാൻ പറ്റിയ പടം. അടിപൊളി പടമാണ്. അഭിനയം എന്ന് വെച്ചാൽ മുരളിഗോപിയുടെ അഭിനയം കിഡു അഭിനയമുണ്ട്. ഇന്ദ്രൻസേട്ടനെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇതിലൊരു പുതിയൊരു നടനുണ്ട്, രാജേഷ് ശർമ്മ. അയാൾ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് ഇതായിട്ടുണ്ട്. കനകരാജ് നല്ല സിനിമ. ഇന്ദ്രൻചേട്ടനും മറ്റേ ശർമാജിയൊക്കെ അസലായിട്ടുണ്ട്. ശർമാജി ഗംഭീരമായിട്ടുണ്ട്. ഓ ഷുവർ, തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുന്ന, നമുക്കറിയാവുന്ന മെസ്സേജുകൾ തന്നെയാണ് ലൈഫിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ അത് നന്നായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഇതെന്നെ വീണ്ടും പറയണ്ടേ? വീണ്ടും പറയണം. നല്ല പടമാണ്. ഭയങ്കര ഇമോഷണൽ സിനിമയാണ്. പക്ഷേ സങ്കടമല്ല, നമുക്ക് ഇത്രയും നല്ല മനസ്സുകൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ള തോന്നലാണ് വരുന്നത് സിനിമ കണ്ടിറങ്ങുമ്പോൾ. എല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശർമാജിയും പിന്നെ സാധാരണക്കാരുടെ ഇടയിലുള്ള പ്രതിസന്ധികൾ. പക്ഷേ എന്നാലും എത്ര നമ്മൾ ഒരുപാട് ഈ എന്താ പറയുക ഹീറോയിക് ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സിനിമയിൽ. ഇത് വളരെ സാധാരണക്കാരുടെ ഒരു സിനിമയാണ്. ഹീറോയിസം ഇല്ല, പക്ഷെ എന്നാൽ ഭയങ്കര വലിയ ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സുകൊണ്ട് തോന്നിക്കാണ് സിനിമ. അടിപൊളി പടമാണ്, സൂപ്പർ പടമാണ്. ഫാമിലി സ്റ്റോറിയാണ്. നമ്മളെ ആലപ്പുഴ ജില്ലയിൽ നടന്ന ഒരു സ്റ്റോറിയാണത്. നല്ല അടിപൊളിയായിട്ട് ഇന്ദ്രൻസേട്ടൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കാസ്റ്റിംഗ് ക്രൂസും കൊള്ളാം. നല്ലൊരു സ്റ്റോറി. അവസാനം ഇറങ്ങുമ്പോൾ കരഞ്ഞു പോകും. ക്ലൈമാക്സ് ഇമോഷണൽ അവസാനം കരഞ്ഞു പോകും. എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ഒരു സ്റ്റോറിയാണ്. ഓൾറെഡി ആലപ്പുഴ ജില്ലയിൽ നടന്ന ഒരു സ്റ്റോറി. എല്ലാവരും വന്ന് കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. ഇന്ദ്രൻസ് നല്ലോണം അഭിനയിച്ചു, ശർമാജി അതിനേലും നല്ലോണം അഭിനയിച്ചു. എല്ലാവരും വന്ന് ഫാമിലി ആയിട്ട് വന്ന് കാണും. നല്ലൊരു മെസ്സേജ് ഉണ്ട് ഇതിൽ. അതെല്ലാവരും വന്ന് കാണുക. നമ്മൾ പറയണേല്ല, ഇന്ദ്രൻസേട്ടൻ ഭയങ്കര വിഷമം വരും, ലാസ്റ്റ് സങ്കടം വരും. ഇന്ദ്രൻസേട്ടൻ്റെ അഭിനയം ഒരുപാട് നല്ല ഒരു കാര്യം. ഇമോഷണലാണ് സിനിമ. അത് നമുക്ക് പറയാൻ പറ്റില്ല. ലൈക്ക് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി പോലെ ഇരിക്കുമല്ലോ. പക്ഷേ ഞാൻ പറയുന്ന ഒരു ശുദ്ധ മനസ്ഥിതി ഉള്ളവർ ഒരിക്കലും അതിന് മുതിരില്ല. അതാണ് ഒരു മെസ്സേജ്. ഓക്കെ, താങ്ക് യു. അതാ ഞാൻ പറഞ്ഞത്. ഇന്ദ്രൻസേട്ടൻ്റെയും ഭരത് ഗോപി ചേട്ടൻ്റെയും നമ്മുടെ രാജേഷ് ചേട്ടൻ്റെയും പെർഫോമൻസ് വെച്ചാൽ ശരിക്കും ഭയങ്കരമായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഞാൻ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ രാജേഷ് ചേട്ടൻ ചോദിച്ചു കാലം ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ആൾ ഇച്ചിരി മുടന്തുള്ള പോലെയാണ് അഭിനയിക്കണേ. അപ്പോൾ പുള്ളി പറഞ്ഞു ഡബിൾ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അത്രയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. നല്ല മൂവിയായിരുന്നു, ഇഷ്ടപ്പെട്ട മൂവി. എല്ലാവരും നല്ല നല്ല ചെയ്തു. നമുക്ക് ആ ഒരു ഇമോഷൻസ് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഉണ്ട്. ഒരു കാരണവശാലും ഒരു രീതിയിലും. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.